ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഫിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് ബൗളാണ്. അതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീറ്ററൊന്നും ഉപയോഗിക്കാണ്ടാണ് ഇന്ന് മഫിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 2 മുട്ടയും നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ വെനില എസൻസ് ഇല്ലേ, അപ്പോൾ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലോ ഒന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ വെനില എസൻസിൻ്റെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലോണം പതപ്പിച്ചെടുക്കണം കേട്ടോ. ഈ മുട്ട നല്ലോണം ഒന്ന് അടിച്ചതിന് ശേഷമാണ് നമുക്ക് പഞ്ചസാര ഇടേണ്ടത്. ഞാനിവിടെ 3/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ മുട്ടയിലോട് ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ആവണം കേട്ടോ. ബീറ്ററുള്ളവർ ബീറ്റർ വെച്ചിട്ട് വേഗം തന്നെ നല്ലോണം പതപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ വെറും സ്പൂണ് വെച്ചാണ് അടിക്കുന്നത്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പിടുന്നുണ്ട്. എന്നുവെച്ചാൽ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് രണ്ടും കൂടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 1 ഗ്ലാസ്സിന് ഇത് മതിയാവും. ഇത് 3ഉം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ ഉണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചും ഇടാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇത് സെയിലിനല്ല, വീട്ടിൽ പെട്ടെന്നൊന്നുണ്ടാക്കുന്ന, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു മഫിനാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെയും ഷുഗറിൻ്റെയും മിക്സ് എടുക്കുക. അതിലേക്ക് ഈ പൗഡർ കുറേശ്ശെ ഇടുക. അപ്പോൾ അത് ഇടുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ബട്ടർ ഉരുക്കി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൗഡർ കുറേശ്ശെ ഇട്ട് മിക്സ് ആക്കാനായിട്ട്. അപ്പോൾ ഞാൻ പാതി പൗഡർ ഈ മിക്സിലോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം ബാക്കി പൗഡറും കൂടെ ഇടാം. മാവ് കുറച്ച് കട്ടിയായിട്ടാവും. ആ സമയത്ത് ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് പാല്, ലൈറ്റ് വാം ആയിട്ടുള്ള പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ബാച്ച് പൗഡർ ഒന്ന് മിക്സ് ആയതിന് ശേഷം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ പാലൊഴിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ബാക്കി പൗഡറും കൂടെ ഇട്ടിട്ട്, അതായത് ബാക്കി മൈദയും നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ ഇല്ലേ, അതൊക്കെ മിക്സാക്കി ആ പൗഡർ ഇട്ടതിന് ശേഷം നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല കട്ടിയായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് പാല് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ. നല്ലോണം മിക്സ് ആക്കണേ. അപ്പോൾ കുറച്ച് എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഒഴിക്കാം. അങ്ങനെ ഞാൻ ബാലൻസ് വെച്ച പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വാം ആയിട്ടുള്ള മിൽക്ക് തന്നെ ഉപയോഗിക്കണം കേട്ടോ, എന്നാലേ നല്ലോണം മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ മഫിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇടുകയാണ്. അതും കൂടെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ മഫിൻസ് കോരി ഒഴിക്കാനുള്ള പേപ്പറാണ്. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന വീട്ടിലാണെങ്കിൽ ബേക്കിംഗ് പേപ്പർ ഉണ്ടാവുമല്ലോ അല്ലേ, അല്ലെങ്കിൽ മഫിൻ ഉണ്ടാക്കാനുള്ള പേപ്പർ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ബേക്കിംഗ് പേപ്പർ എടുക്കുക,
ഒരു ബേക്കിംഗ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ 4ആയിട്ടൊന്ന് മടക്കുക. എന്നിട്ട് അതൊരു സിസർ വെച്ചിട്ട് അത് 4 പീസാക്കുക. അത് എന്നിട്ട് ആ 4 ചെറിയ ചെറിയ പീസസിന് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അതപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ മഫിൻ ഉണ്ടാക്കാനുള്ള പേപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ 4 പീസായിട്ടിട്ട് എടുത്ത ചെറിയൊരു പേപ്പർ എടുത്തിട്ട് അത് തിരിച്ചും 4ആയിട്ട് ഞാൻ മടക്കുക കേട്ടോ. ആ 4ആയിട്ട് മടക്കിയ പേപ്പറിൻ്റെ ഓരോ മടക്കുകളിലും ചെറിയ ചെറിയ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മൾ ആ മഫിൻ്റെ ഒരു മോഡിലോട്ട് വെക്കുമ്പോൾ അത് ഫ്ലെക്സിബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട് ഒരു സ്ലിറ്റ് ഇടുന്നത്. എൻ്റെ വോയിസ് ഉണ്ടല്ലോ പെട്ടെന്ന് ഇടറുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് വയ്യാണ്ടിരിക്കുക കേട്ടോ. പക്ഷേ വീഡിയോ ഇടാണ്ടിരുന്നാൽ എന്തോ ഒരു മാതിരിയാവുന്നു. അപ്പം ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ഒക്കെ അല്ലേ. അപ്പോൾ ഇടാണ്ട് പോയി കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര വിഷമമാണ്. അപ്പം എല്ലാവരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. വയ്യാണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഇടറി പോകുന്നത്. അപ്പോൾ ഈ 4 പേപ്പർ നമുക്ക് എത്ര പേപ്പർ വേണോ അത്രയും പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമേ 4 പേപ്പർ ഞാൻ കട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ പേപ്പറും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മഫിൻ ചെയ്യാനുള്ള മോൾഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് എണ്ണ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണയോ ബട്ടറോ, ഞാൻ എണ്ണ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ പേപ്പർ അതിൻ്റെ മുകളിലോട്ട് വെക്കുകയല്ലേ. അപ്പോൾ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഓരോ പേപ്പറായിട്ട് എടുത്തിട്ട് ഇത് ആ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതൊരു ഇച്ചിരി പാടാണ് കേട്ടോ. ഒരു 2 കൈ കൊണ്ടൊന്ന് പിടിക്കണേ. നമ്മളൊരു സ്പൂൺ മാവ് കോരി ഒഴിക്കുന്നവരെ അതിനൊരു സ്റ്റെഡിനെസ് വേണം. അപ്പം നമ്മുടെ ഒരു കൈയുടെ ഒരു സപ്പോർട്ട് അതിന് വേണം, എന്നാലേ അതൊന്ന് സെറ്റ് ആവത്തുള്ളൂ. അപ്പം ഞാനിവിടെ കാണിക്കുന്ന പോലെ ഒരു കൈ കൊണ്ട്, അതായത് നമ്മുടെ പോയിൻറ്റിങ് ഫിംഗറും ഒരു തം ഫിംഗറും വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ പേപ്പർ ഒന്ന് പിടിക്കണം കേട്ടോ. ആ ഒരു സ്പൂണ് മാവ് ഒഴിക്കുന്നവരെ അതിനൊരു സപ്പോർട്ട് വേണം. അപ്പോൾ ഇതുപോലെ ചെയ്യുക. വരെയുള്ള ഒരു ബെത്തപ്പാടേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം അത് സ്റ്റഡിയാണ് കേട്ടോ. സോ ഇതുപോലെ നമുക്ക് എല്ലാ മുകളിലും ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ മാവൊക്കെ ഒന്ന് ഒരു 1-1.5 സ്പൂണ് കോരി ഒഴിച്ചാൽ മതിയാവും. എന്നുവെച്ചാൽ നമ്മുടെ മഫിൻ നല്ലോണം വലുതാവും, പൊങ്ങി വരില്ലേ. അപ്പോൾ അതിന് മുകളിൽ ഒഴിക്കരുത് കേട്ടോ. 1 അല്ലെങ്കിൽ 1.5 സ്പൂണ്. ബട്ടർ പേപ്പറിലും ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് അലങ്കരിക്കുന്നുണ്ട്. ഇതിന് മുമ്പായിട്ട് ഞാൻ അവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ചോക്കോ ചിപ്സ് ഇട്ടതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കുക്കിങ്ങിന് വെക്കാം. അപ്പോൾ അവനിൽ 170 ഡിഗ്രി 25 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഒത്തിരി ഈസിയാണ്. അപ്പം നമുക്ക് വീട്ടിൽ മഫിൻസ് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.